ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കോളേജിലേക്ക് പോവാണ്. വീട്ടിൽ നല്ല സ്വസ്ഥമായിട്ട് അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് നിൽക്കുന്ന ഞാനായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഓട്സ് ഒക്കെ കഴിച്ച് കോളേജിലേക്ക് ഞാൻ പോവുകയാണ്. ഉരുകുന്ന റെക്കോർഡും ഉരുകുന്ന അസൈൻമെന്റും പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. എന്നാലും നമ്മൾ പോവുകയാണ് ഗൈസ്. ഐശ്വര്യമായിട്ട് ഈശോനെ കണ്ടിട്ട് വലതുകാല് വെച്ച് ഒഫ്താൽമോളജി പോസ്റ്റിംഗിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് സെമിനാർ ഉണ്ടാവും, പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവും. ഞങ്ങളുടെ ആദ്യത്തെ ഒഫ്താൽമോളജി പോസ്റ്റിംഗ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് നല്ല ത്വരയുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ തന്നെ സെമിനാർ തലേദിവസം പ്രിപ്പയർ ചെയ്തിട്ട് ടീച്ചേഴ്സിനെ പ്രസന്റ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളുടെ നേരെ പോക്ക് എ കഫേയിലേക്കാണ്. എ കഫേ ഇല്ലാതെ എന്ത് പോസ്റ്റിംഗ്? ഇവിടെയാണ് കുറ്റിയടിച്ച് എല്ലാവരും നിൽക്കുന്നത്. എ കഫേ നിങ്ങൾ എപ്പോ വന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് AB. കണ്ണാടി ഉള്ളവർക്ക് എല്ലാവർക്കും ഈ മുറിയുടെ കാര്യം അറിയാവുന്നതാണ്. ഒരു ട്രോമയാണ് കാര്യം. പിന്നെ ഞങ്ങളെ ഓരോ OPD-യിലേക്ക് ഞങ്ങൾ നിൽക്കും. ഡോക്ടേഴ്സിനെ കാണും, കുറെ പേഷ്യൻസിനെ ഞങ്ങൾ കാണുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് OT പ്രൊസീജിയേഴ്സ് കാണാൻ വേണ്ടി ഞങ്ങളെ വിളിക്കും. കണ്ണിൽ ഓപ്പറേഷൻ ചെയ്യുക എന്ന് കേട്ടിട്ട് മാത്രമുള്ള ഞങ്ങൾ ആദ്യമായിട്ട് അത് കണ്ടു. ഇത്ര മൈന്യൂട്ട് ആൻഡ് പ്രിസൈസ് ആയിട്ടാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ജൂനിയേഴ്സിന്റെ സെമിനാറോടെ ഞങ്ങളുടെ ഒഫ്താൽ പോസ്റ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യും. പിന്നെ ഓടി നടന്ന് ലീവ് ലെറ്റർ കൊടുക്കലായിരുന്നു എന്റെ പണി. അത് കഴിഞ്ഞ് വിശന്ന് പണ്ടാരം അടങ്ങി ഞങ്ങൾ എങ്ങനെയും ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. 1:30 തൊട്ട് 4:30 വരെ ഞങ്ങൾക്ക് ലെക്ചർ സെഷൻസ് ആയിരിക്കും ഉള്ളത്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രേക്ക് ഒക്കെ കിട്ടും. കുറെ നാൾ സൂചിച്ചിരുന്നോണ്ട് ട്രാക്കിലേക്ക് അവൻ ഇച്ചിരി ടാസ്ക് ആണെങ്കിലും നമ്മൾ വീണ്ടും ഒപ്പിച്ചു ഗൈസ്. ഇനിയും ഇതേപോലെ എത്രയെത്ര പോസ്റ്റിംഗ്, എത്രയെത്ര ക്ലാസ്സുകൾ ബാക്കി. വീണ്ടും വരാം അടുത്ത വീഡിയോ ആയിട്ട്. ബൈ.